നിങ്ങൾക്കും ചേരാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന അതേ പെൻഷൻ പദ്ധതിയിൽ. എങ്ങനെ ചേരാം എന്ന് ഇവിടെ മലയാളത്തിൽ വിശദീകരിക്കുന്നു. നാഷണൽ പെൻഷൻ സിസ്റ്റം അഥവാ NPS ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അധികാര പരിധിക്ക് കീഴിലുള്ള പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു പ്രത്യേക വിഭാഗമാണ് ഇത്. NPS എന്നത് ഇന്ത്യയിലെ ഒരു സ്വമേധയാ ചേരാവുന്ന പെൻഷൻ സമ്പ്രദായമാണ്. PPF, EPF എന്നിവ പോലെ NPSഉം നികുതിയിൽ നിന്ന് രക്ഷപ്പെടുകയും മുഴുവൻ പെൻഷൻ പിൻവലിക്കാൻ നികുതി രഹിതവുമാണ്. 2004 ഏപ്രിൽ 1 ശേഷം ആണ് NPS ആരംഭിച്ചത്. തുടക്കത്തിൽ സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിരുന്നത് പിന്നീട് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ആക്കുകയും 2019 ഒക്ടോബറിൽ OCI കാർഡുടമകൾക്കും PIO കാർഡുകൾക്കും ചെയ്യാം എന്ന് പരിഷ്കരിച്ചു. 2021 പരിഷ്കാരത്തിൽ NPSൽ ചേരാവുന്ന പരമാവധി പ്രവേശന പ്രായം 65 വയസ്സിൽ നിന്നും 70 വയസ്സായി വർദ്ധിപ്പിച്ചു. പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 18 വയസ്സ് മുതൽ 65-70 വയസ്സിനിടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും റെസിഡൻറ്റ് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ എന്നിവർക്കും NPSൽ ചേരുവാനും NPS അക്കൗണ്ട് 75 വയസ്സ് വരെ തുടരാനും അവസാനിപ്പിക്കുവാനും കഴിയും. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA ആണ് ഇത് നിയന്ത്രിക്കുന്നത്. NPSൽ എങ്ങനെ CSE പോർട്ടൽ വഴി ചേരാം എന്നതാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. ഓൺലൈൻ പൊതു പോർട്ടൽ വഴി എങ്ങനെ ചേരാമെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ഇതിന് ശേഷം നൽകുന്നതായിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കുകളിലൊന്ന് പെൻഷൻ കാൽക്കുലേറ്ററാണ്. എത്ര രൂപ വീതം പ്രതിമാസ കോൺട്രിബ്യൂഷൻ അടച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ പെൻഷൻ കിട്ടും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലിങ്ക് തന്നിരിക്കുന്നു. ഇനി നമുക്ക് NPSൽ എങ്ങനെ ചേരാം എന്ന് നോക്കാം. CSE ഡാഷ്ബോർഡിൽ പ്രവേശിച്ചതിന് ശേഷം സെർച്ച് വിൻഡോയിൽ NPS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ സ്ക്രീനിൽ കാണുന്നത് പോലെ നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന ഐറ്റം അവിടെ കാണിക്കുകയും അതിൽ ക്ലിക്ക് ചെയ്താൽ NPSൻ്റെ പേജിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. വരുന്ന NPSൻ്റെ പേജിൽ 3 പ്രധാന ഐക്കണുകളാണ് ഉള്ളത്. ഒന്നാമത്തത് കസ്റ്റമർ എൻറോൾമെൻറ്റ്, രണ്ടാമത്തത് മന്ത്ലി കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്ന ലിങ്ക്, മൂന്നാമത്തത് പെൻഷൻ കാൽക്കുലേറ്റർ. പെൻഷൻ കാൽക്കുലേറ്റർ എന്നത് പ്രതിമാസം എത്ര രൂപ വെച്ച് അടച്ചാൽ അവസാനം നമുക്ക് എത്ര രൂപ പെൻഷൻ ലഭിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതിനുള്ളതാണ്. ഇവിടെ ആദ്യത്തെ ഓപ്ഷനായ കസ്റ്റമർ ക്രിയേഷൻ ആണ് എടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത സ്ക്രീനിൽ ഹെൽപ്ഡ് ബൈ DM, ഹെൽപ്ഡ് ബൈ സൊസൈറ്റി, സെൽഫ് രജിസ്ട്രേഷൻ എന്നീ ഓപ്ഷനുകൾ കാണാം. ഹെൽപ്ഡ് ബൈ DM എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. DM എന്നാൽ ഡിസ്ട്രിക്ട് മാനേജർ എന്നാണ്. DMൻ്റെ പേര് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ കാണിക്കും. അതാത് ജില്ലയിലെ DMൻ്റെ പേരാണ് അവിടെ കാണിക്കുന്നത്. ശേഷം കസ്റ്റമറുടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത NPSൻ്റെ പേജിൽ 3 ഓപ്ഷനുകളാണ് കാണിക്കുന്നത്. രജിസ്ട്രേഷന് വേണ്ടി മൊബൈൽ നമ്പർ ആൻഡ് പാൻ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇവിടെ ഞാൻ പാൻ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്.
എൻ്റെ അവൈലബിളായി ഉള്ളത് പാനും ഡേറ്റ് ഓഫ് ബർത്തുമാണ്. കസ്റ്റമറുടെ പാൻ കാർഡ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറുടെ ഫോണിലേക്ക് ഒരു OTP പോകുന്നതാണ്. OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ക്രീനിൽ കാണുന്ന പേജിലേക്ക് പ്രവേശിക്കും. ഇവിടെ ഒരു ആധാർ KYC പേജാണ്. അതിനായി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആധാറിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ OTP സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് OTP സെൻഡ് ചെയ്യുക. OTP ഫോണിൽ ലഭിച്ചാൽ OTP ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നത് ഞാനിവിടെ അത് 1234 എന്നാണ് കൊടുക്കുന്നത്. ആ സിപ്പ് ഫയലിൻ്റെ പാസ്വേഡാണ് നമ്മളവിടെ സെറ്റ് ചെയ്തത്. സിപ്പ് ഫയൽ എന്നത് ആധാർ XML ഫയലാണ്. ഇനി NBSൻ്റെ പേജിലേക്ക് വന്ന് പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് ആധാർ നമ്പറും ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സെക്യൂരിറ്റി കോഡ് ചോദിക്കുന്നത് സെക്യൂരിറ്റി കോഡും ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട സ്ഥാനത്ത് അതും ടൈപ്പ് ചെയ്ത് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആധാറിലെ അഡ്രസ്സും മറ്റു വിവരങ്ങളും കാണിക്കുന്നതാണ്. ആധാറിലെ വിവരങ്ങൾ ഫില്ലായത് നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. അതിൽ മുകളിൽ കാണുന്ന ഓപ്ഷനുകൾ ഏതാണോ അനുയോജ്യമായത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അടുത്ത പേജിലെ ഓപ്ഷനുകളെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഏതാണോ അനുയോജ്യമായത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന രീതികളെക്കുറിച്ചുള്ളതാണ് ആ സ്ക്രീൻ. നിലവിൽ ഡിഫാൾട്ട് ഓപ്ഷൻ തന്നെ ഇട്ടതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുകയാണ്. അടുത്തതായി കസ്റ്റമറുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ആദ്യം IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. IFSC കോഡ് ടൈപ്പ് ചെയ്താൽ ബാങ്കിൻ്റെ പേര് അവിടെ തനിയെ കാണിക്കുകയും സേവിങ് അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്നത് ചെക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക. അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. അടുത്ത സ്ക്രീനിൽ നോമിനിയെ സെലക്ട് ചെയ്യുന്നതിനുള്ളതാണ്. നോമിനിയുടെ റിലേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നോമിനിയുടെ പേര്, ഏജ്, എത്ര ശതമാനം ഷെയർ നോമിനിക്ക് അവകാശപ്പെട്ടതാണ് തുടങ്ങിയ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആഡ് നോമിനി കൊടുക്കുക. ഒന്നിൽ കൂടുതൽ നോമിനികളെ ആഡ് ചെയ്യാനുള്ള സംവിധാനം അവിടെയുണ്ട്. രണ്ടാമത്തെ നോമിനിയെ കൂടി ആഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ നോമിനിയുടെ ഏജ് ടൈപ്പ് ചെയ്തപ്പോൾ മൈനർ ആയതുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവനായി ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. ശേഷം മൈനർ ആയതുകൊണ്ട് ഗാർഡിയൻ നെയിം തുടങ്ങിയ വിവരങ്ങൾ ചോദിക്കും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോമിനിയുടെ ഷെയർ ടൈപ്പ് ചെയ്യുക. ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുകയാണ്. അടുത്തായി സ്കീം ഡീറ്റെയിൽസ് ആണ്. മന്ത്ലി കോൺട്രിബ്യൂഷൻ എത്ര രൂപ വീതം അടയ്ക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ 500 രൂപ കൊടുക്കുന്നു. ഏത് പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കണം എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഓപ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ ഞാൻ SBI പെൻഷൻ ഫണ്ട് ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുന്നു. അടുത്തായി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. സിഗ്നേച്ചറും ക്യാൻസൽഡ് ചെക്കും, നമ്മൾ നേരത്തെ കൊടുത്ത ബാങ്കിൻ്റെ ക്യാൻസൽഡ് ചെക്കും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അവ രണ്ടും തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഞാൻ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുന്നു. അടുത്തായി പ്രാൺ കിറ്റ് സെലക്ഷൻ എന്ന പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് പെൻഷൻ്റെ ഒരു കാർഡ് രൂപത്തിലുള്ള ഒരു പാക്കറ്റ് പോസ്റ്റ് വഴിയോ ഇമെയിൽ വഴിയോ അവർ നൽകുന്നതാണ്. പ്രാൺ കിറ്റ് സെലക്ഷൻ പേജിൽ ഫിസിക്കൽ പാൻ കാർഡ് വേണോ അതോ ഇമെയിൽ പാൻ കാർഡ് വേണോ എന്നതാണ് ഓപ്ഷൻ ചോദിക്കുന്നത്. കൂടാതെ 2 ലാംഗ്വേജ് ഓപ്ഷനുണ്ട്, ഹിന്ദിയും ഇംഗ്ലീഷും. അതിലേതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ ഈ പ്രാൺ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുകയാണ്.
അതിനടുത്ത പേജ് എന്നത് സമ്മറി പേജാണ്. അതായത് നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം ഒന്നുകൂടി നോക്കി മനസ്സിലാക്കുന്നതിനുള്ളത്. ചെയ്തതിന് ശേഷം അടുത്ത സ്ക്രീനിലേക്ക് പോയാൽ അവിടെ ഇമെയിൽ OTP വരുന്നതാണ്. ഇമെയിലിൽ വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് പേയ്മെൻ്റ് ആണ്. CSC വാലറ്റിൽ നിന്നും പേയ്മെൻ്റ് അടയ്ക്കുന്ന സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്താൽ, കണ്ടിന്യൂ കൊടുത്താൽ CSC വാലറ്റിലേക്ക് പ്രവേശിക്കും. അവിടെ വാലറ്റ് പിന്നും പാസ്വേഡും കൊടുത്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ക്രീനിൽ റെസീറ്റ് കാണിക്കുന്നു. റെസീറ്റ് ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കസ്റ്റമർക്ക് കൊടുത്താൽ അപ്രൂവൽ ആയതിനു ശേഷം പാൻ കാർഡ് അവരുടെ ഇമെയിലിലേക്കോ ഫിസിക്കൽ കാർഡാണെങ്കിൽ അത് പോസ്റ്റിലും ലഭിക്കുന്നതാണ്. നന്ദി.